അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ? ചായക്കുള്ള പാൽ മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള പാലൊന്ന് തിളപ്പിച്ചിറക്കാമെന്ന് കരുതി. അപ്പോൾ അടുത്ത അടുപ്പിൽ ചായക്കുള്ള പാലും വെച്ചിട്ടുണ്ട്. പാലൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ അടുപ്പിൽ കുടിക്കാനുള്ള വെള്ളം കൂടി ഒന്ന് വയ്ക്കണം. പിന്നെ രാവിലെ ഇടിയപ്പവും മുട്ടക്കറിയും ആക്കാമെന്ന് കരുതുന്നു. അപ്പോൾ അതും ഒന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ ഇന്ന് മോനുള്ള ദിവസമാണ്. അവന് ചോറ് പൊതിഞ്ഞു കൊടുക്കണം, രാവിലത്തേത് കൊടുക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് കട തുറക്കാൻ പോകാനായിട്ട്. അപ്പോൾ നമ്മുടെ പാല് കാച്ചാനുള്ളത് തിളച്ച് കഴിഞ്ഞ് അത് ഇറക്കി വെച്ചതിന് ശേഷം കുടിക്കാനുള്ള വെള്ളവും ഇട്ടു. ചായയും തിളച്ച് തേയിലയൊക്കെ ഇട്ട് ഇറക്കി. ഇനി ഇടിയപ്പത്തിനുള്ള വെള്ളം കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. അത് ചൂടാവുന്ന സമയം കൊണ്ട് ചായ അരിച്ചൊഴിച്ച് അടിച്ചെടുക്കാം. ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്, വെള്ളം തിളച്ച് വരുന്നതിൽ മാവിട്ട് കിണ്ടി ഇടിയപ്പത്തിനെടുക്കുന്നത്. പക്ഷേ എനിക്കത് ഇതുവരെ ശരിയായി വന്നിട്ടില്ല. അത് ഉരട്ടിക്കാണെങ്കിൽ മാത്രമേ എന്നെക്കൊണ്ട് അങ്ങനെ പറ്റത്തുള്ളൂ. ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഉരട്ടിയുടെ അതേ പരുവത്തിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഒരിത്തിരി ഹാർഡായിരിക്കും നമ്മൾ ഇടിയപ്പത്തിന് പീച്ചിയെടുക്കാനേ. അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, വെള്ളം തിളപ്പിച്ച് മാവിലോട്ട് ഒഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇടിയപ്പത്തിനുള്ള മാവിൽ ഉപ്പ് ചേർക്കാൻ വന്നപ്പോഴത്തേക്ക് അതിൽ ഉപ്പില്ല. പിന്നെ കവർ പൊട്ടിച്ച് ഉപ്പൊക്കെ ഇട്ട് വെച്ചു. അപ്പം മാവൊന്ന് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് മുട്ടക്കറിക്കുള്ള സവാളയെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ചായയും കുടിച്ച് നിന്നാണ് ഞാൻ സവാള അരിഞ്ഞെടുത്തത്. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് കഴിഞ്ഞു. പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളം അടുപ്പിൽ തന്നെ അങ്ങ് ഇട്ട്. ഇടിയപ്പത്തിൻ്റെ മാവിനുള്ള വെള്ളം ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് മുട്ട അങ്ങ് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. മാവെല്ലാം ചാലിച്ച് ഇടിയപ്പക്കുറ്റിയിൽ വയ്ക്കുന്ന അതേ രീതിയിലൊന്ന് ഉരുട്ടി മാറ്റി വെച്ച്. അല്ലെങ്കിൽ ഓരോ പ്രാവശ്യവും നമ്മൾ മാവ് ഉരുട്ടാൻ നിൽക്കണം. പിന്നെ കറിക്കുള്ള സവാള അങ്ങ് താളിച്ച് വഴറ്റാനായിട്ട് വെച്ച്. അപ്പോഴത്തേക്ക് വെള്ളം ചൂടായി. ഇനി അരിയും കഴുകിയിട്ട് കൊടുക്കുക. ഇത് ഞാൻ തിളച്ച് 5 മിനിറ്റ് കഴിയുമ്പോൾ തെർമൽ കുക്കറിലോട്ട് ഇറക്കി വയ്ക്കും. പിന്നെ അതൊരു 1 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മളെ ചോറ് റെഡിയായി കിട്ടും. അപ്പോഴത്തേക്ക് സവാളയെല്ലാം നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി പൊടിയെല്ലാം ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടിയെല്ലാം ഒന്ന് പച്ചമണം മാറിയപ്പോഴത്തേക്ക് വെള്ളവും കൂടി ഒഴിച്ച് അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്ക് ചോറും തിളച്ചിട്ടുണ്ട്. നമുക്കിനി തെർമൽ കുക്കറിലോട്ട് ഇറക്കി വയ്ക്കാം. ചോറിറക്കിയ അടുപ്പിൽ ഇടിയപ്പത്തിനും വെച്ച് കൊടുക്കാം. അപ്പോഴത്തേക്ക് മോള് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ വന്ന് മുട്ടത്തോടൊക്കെ പൊളിച്ച് കറിയിലിട്ടു. പിന്നെ ഇടിയപ്പത്തിന് തേങ്ങ തിരുവി അവൾ തന്നെ പീച്ചി തന്നത്. ഈ മാവുണ്ടല്ലോ, ഞാൻ പെരുന്നാളിന് പൊടിച്ച് വറുത്തെടുത്ത, ഞാൻ സ്വന്തം തന്നെ വറുത്തെടുത്തതാണ് മില്ലിൽ പൊടിച്ചിട്ട്. പക്ഷേ അപ്പോഴ് ഉരട്ടി ഉണ്ടാക്കിയപ്പോൾ അറിയില്ലായിരുന്നു ഇത് പശയുണ്ടെന്നുള്ള കാര്യം. ഇടിയപ്പം ഉണ്ടാക്കിയപ്പോഴാണ് മനസ്സിലായത് നല്ല ഒട്ടലുണ്ടായിരുന്നു. അത് ഈ ഇഡലി തട്ടിയിൽ നിന്ന് ഇളകി വരാനും പാടായിരുന്നു. തേങ്ങയൊക്കെ നല്ലതുപോലെ മോള് തേച്ച് പിടിപ്പിച്ചിട്ടാണ് ഇടിയപ്പം പീച്ചിയത്. പക്ഷേ അത് വെന്ത് കഴിഞ്ഞിട്ട് തട്ടിയിൽ നിന്ന് ഇളകി വരാൻ വലിയ പാടായിരുന്നു. അടപ്പ് തുറന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നല്ല പശയുണ്ടെന്ന്. ഇടിയപ്പത്തിൻ്റെ പുറത്ത് നല്ല എണ്ണ തൂവിയ പോലെ മിനുസമായിരുന്നു. അപ്പോൾ ഇന്ന് മോനുണ്ട് കേട്ടോ, അവന് ചോറ് പൊതിഞ്ഞ് കൊടുക്കണ്ടേ. അപ്പോൾ പിന്നെ പെട്ടെന്ന് അങ്ങ് കറിയാക്കാമെന്ന് കരുതി. നൊത്തോലിയായിരുന്നു കിട്ടിയത്. അതിനെ പിന്നെ തേങ്ങ അരച്ച് അതെല്ലാം അങ്ങ് കലക്കി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഇത്തിരി മാങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 5-6 പീസ് മാങ്ങ ഇട്ട് കൊടുക്കാം നമുക്ക്. വലിയ മാങ്ങയായിരുന്നു, പകുതി പോലും എടുത്തില്ല ഞാൻ. മീനും ഇട്ട് ഇനി അതൊന്ന് വേവിച്ചിറക്കാം. അപ്പോൾ ഇനി കറിയെല്ലാം ഒന്ന് റെഡിയാവുന്ന വരുന്ന സമയം കൊണ്ട് നമുക്ക് കറിവേപ്പിലയൊക്കെ ഇട്ട് ഇറക്കിയതിന് ശേഷം
നെത്തോലിയിൽ മസാലയെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പം മീനും ഫ്രൈ ആക്കാനുള്ളത് അതും അങ്ങ് അടുപ്പിലാക്കി. തോരന് വേണ്ടിയിട്ട് ഒരു 5-6 ബീൻസും ഒരു ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം ഒന്ന് വരമ്പെല്ലാം ഒന്ന് കളഞ്ഞെടുക്കട്ടെ. നമ്മുടെ നെത്തോലി ഫ്രൈ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഇനി അതൊന്ന് മാറ്റിയതിന് ശേഷം തോരനങ്ങ് അടുപ്പിലാക്കിയാൽ പിന്നെ ജോലിയൊന്നുമില്ല. ഇനി ചോറ് പൊതിയുന്ന ജോലി ഉള്ളു. അപ്പോൾ ഈ ചോപ്പറുണ്ടല്ലോ, ഞാനിപ്പോൾ വാങ്ങിയതാണ്. മറ്റേ എൻ്റെ കയ്യിൽ ഈ വള്ളി ഉള്ളതായിരുന്നു, അതായിരുന്നു നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ക്യാരറ്റൊക്കെ നല്ല നൈസായിട്ട് അരിഞ്ഞിട്ട് കൊടുത്താലേ ഇതിന് നല്ലതുപോലെ അരിഞ്ഞ് വരത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ ചോറ് ഊറ്റി അത് ഒന്ന് പൊരിച്ചിറക്കിയിട്ടുണ്ട്. പിന്നെ ഇലയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം. ഞാൻ ചോറും പൊതിഞ്ഞ് കൊടുക്കട്ടെ. അപ്പോൾ ഇന്ന് മീൻ കറിയാണ്, ചമ്മന്തി അരച്ചില്ല. അപ്പം ഫ്രൈ ചെയ്ത മീൻ ഇലയിൽ പൊതിഞ്ഞ്, തോരനും ഇലയിൽ പൊതിഞ്ഞാണ് വയ്ക്കുന്നത്. കറി നമ്മൾ കറി കോരുന്ന കവറുണ്ടല്ലോ, അതിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു കൊഴിയാളയുടെ പീസും കൂടി ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ ഇരുന്നത്. അവന് ഈ ആഴ്ചയിൽ 5 ദിവസവും മീനൊന്നും കഴിക്കാതെ നിൽക്കുന്നതല്ലേ. അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു കഷ്ണം മീനിരുന്നതും കൂടി എടുത്ത് പൊരിച്ച് കൊടുത്ത്. അങ്ങനെ മീൻ കറി കവറിലാക്കി അതും കെട്ടി വെച്ചു. ഇനി അതങ്ങ് പൊതിഞ്ഞു കൊടുത്താൽ എൻ്റെ ജോലി കഴിഞ്ഞു. ഇനി ഞാൻ കട തുറക്കാനായിട്ട് പോകും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.